പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പൊങ്കാല ഡിസംബർ 4-ന് നടക്കും. പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഉയർത്തൽ ഞായറാഴ്ച നടക്കും. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് നിർമാല്യ ദർശനം, തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾ തുടക്കമാകും. 9 മണിക്ക് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിലെ കിടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും. തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസെൽവം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. 11 മണിയോടുകൂടി ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല ദേവിക്ക് നിവേദിക്കാനായി 501-ൽ പരം വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ദേവിയെ ആവാഹിച്ച് ജീവിതത്തിൽ എഴുന്നള്ളിച്ച് ഓരോ ഭക്തർ അർപ്പിക്കുന്ന പൊങ്കാലയെ അരികിലെത്തി നിവേദിക്കുക എന്ന ചടങ്ങ് നടക്കും. അതിനുശേഷം പ്രസിദ്ധമായ ഉച്ചദീപാരാധനയും ദിവ്യാഭിഷേകവും നടക്കും. വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് IAS കാർത്തിക സ്തംഭത്തിന് അഗ്നി പകരും. കാർത്തിക സ്തംഭം എന്ന് പറയുമ്പോൾ 51 അടി ഉയരമുള്ള കമുകിൽ ദേവിക്ക് 1 കൊല്ലം ലഭിച്ച ഉടയാടകൾ ചാർത്തി അഗ്നിക്ക് ഇരയാക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് നടക്കുന്നത്. പ്രദേശത്തെ തിന്മയെല്ലാം ആവാഹിച്ച് നന്മയുടെ പ്രകാശം പരത്തുക എന്നുള്ളൊരു സങ്കല്പത്തിലാണ് കാർത്തിക സ്തംഭം കത്തിക്കുക എന്ന ചടങ്ങ് നടക്കുന്നത്. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മറ്റ് പ്രാദേശിക നേതാക്കൾ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്തുകാവിൽ പൊങ്കാല ഡിസംബർ 4-നാണ് നടക്കുന്നത്. പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഉയർത്തൽ നവംബർ 23-ന് നടക്കും. പുലർച്ചെ 4-ന് നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 9-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥന, തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കിടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും. തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പ്രോജ്വലിപ്പിക്കും. ഇതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഭദ്രദീപ പ്രകാശനം നടത്തും. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകളും നടക്കും. പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ സമ്മേളനങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് B നമ്പൂതിരി, മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ,